ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താ അവിടെ പോലീസ് ഉണ്ടോ? പോലീസ് ആണെങ്കിൽ ഞങ്ങൾ എത്രയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് ഗുണ്ടയാ. അതോ ലോക ഡോൺ. ഇന്ത്യക്ക് അടുത്ത് സിനിമാ കഥ എഴുതാനല്ല പറഞ്ഞത്, ആ കുട്ടിയെ തീർക്കാനാ. സർ അത് ദേ, നീയൊന്ന് യഥാർത്ഥ വില്ലനെ കണ്ടിട്ടില്ല. എന്തായി കാട്ടുന്ന? മതി, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാ. വയസ്സുകാലത്ത് ചന്ദ്രയുടെ കഴുത്തിൽ ഒരിക്കൽ കൂടി താലി കെട്ടുക, ഒരിക്കൽ പോലും വിചാരിച്ചതല്ലത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അച്ഛൻ എന്താ ഈ പറയുന്നേ? മതി, എല്ലാ ദുഃഖങ്ങളും മറന്ന് പക്ഷെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മൾ ഈ വന്നിരിക്കുന്നത്. മതി. അപ്പോഴാ ദീമോൾ ഈ അഭിപ്രായം പറഞ്ഞത്. എപ്പോഴും ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന അച്ഛനമ്മമാര് ഉള്ളു തുറന്നൊന്ന് ആനന്ദിക്കട്ടെന്ന് ഞങ്ങളും കരുതി. ഇതിൽ ഒരു തെറ്റുമില്ല. ദേ ഉണ്ടെങ്കിൽ വിക്രം പറ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, പ്രകാശനാളിയൻ എന്തോന്നും പറയാത്തത്? പെണ്ണ് ബോധം കെട്ട് കിടന്ന തക്കം നോക്കി താലി കെട്ടിയ ചരിത്രമുള്ളവരല്ലേ? ആ സ്ഥിതിക്ക് ബോധം കെടാതിരിക്കുന്ന സ്വന്തം ഭാര്യയുടെ കഴുത്തില് ഭർത്താവ് ഒന്നുകൂടി താലി കെട്ടുന്നതില് തെറ്റൊന്നും പറയാനില്ല. എന്താടാ മുന വെച്ചൊരു സംസാരം? ഇവിടെയും പ്രശ്നം ഉണ്ടാക്കാനാണോ പാവം? വേണ്ടച്ച, അളിയന്റെ ആവനാഴിയില് കുത്താതെ കുത്തുന്ന കൂരമ്പുകളിലേ ഉള്ളൂ. അതിലൊന്ന് രണ്ടെണ്ണം ഇവിടെയും തൊടുത്തു വിടട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ കാര്യം നോക്കാം. അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണല്ലോ. അക്കാലത്തെ മധുരമുള്ള ഓർമ്മകൾ അയവിറക്കാൻ ഈ സമയം ഉപയോഗിക്കാം. അന്ന് ഇതുപോലെ അണിഞ്ഞൊരുങ്ങിയിട്ടാണോ അച്ഛൻ കല്യാണത്തിന് പോയത്? അണിഞ്ഞൊരുങ്ങാനോ? ടെൻഷനോട് ടെൻഷനായിരുന്നു മോനെ. വലിയ വീട്ടിലെ കോടീശ്വരിയായ പെണ്ണ്, ഞാനോ പോക്കില്ലാത്തൊരു മെക്കാനിക്കും. ചന്ദ്രന്റെ വീട്ടുകാര് പെറ്റീഷൻ കൊടുത്താല് പോലീസ് വന്നെന്നെ പൊക്കുമോ എന്ന ടെൻഷനായിരുന്നു. പ്രായപൂർത്തിയായ പെണ്ണിനും ചെറുക്കനും ആരുടെ അനുവാദമില്ലാതെ കല്യാണം കഴിക്കാലോ. അതിനിടപെടാൻ പോലീസിന് എന്താ അധികാരം? കൊള്ളാം, മൗലികാവകാശമൊക്കെ ചവറ്റുകൊണ്ടേ കിടക്കുന്ന കാലമാ. കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നു ചന്ദ്രുവിന്റെ വീട്ടുകാര്. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതിപ്പെട്ടാലേ പോലീസ് വന്നു പൊക്കും. പെണ്ണിനെ വീട്ടുകാര് കൊണ്ടുപോകും, എന്റെ ജഡം കായലിലും പൊങ്ങും. അതായിരുന്നു അന്നത്തെ സാഹചര്യം. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ചന്ദ്രന്റെ കഴുത്തില് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എങ്ങനെയൊക്കെയോ താലി കെട്ടി. അച്ഛാ, കണ്ണീര് പാടില്ല. മുഖത്തെ ഫേസ് പൗഡർ മൊത്തം ഒലിച്ചു പോവും. അന്നത്തെ ആദ്യത്തെ കല്യാണത്തിന് അച്ഛൻ ടെൻഷൻ ആയിരുന്നെങ്കിൽ ഇന്നത്തെ രണ്ടാം കല്യാണത്തിന് പൊട്ടിച്ചിരിക്കണം. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമായിരുന്നിട്ടും അച്ഛൻ എങ്ങനെയാ അമ്മയെ പ്രേമിക്കാനുള്ള ധൈര്യം വന്നത്? ഈ പ്രേമത്തിന് കണ്ണില്ലല്ലോ മക്കളെ. എനിക്ക് ചന്ദ്രുവും
ചന്ദ്രുവിന് ഞാനും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുള്ള ഒരവസ്ഥയോളം ഞങ്ങളുടെ പ്രണയം അങ്ങ് മൂത്ത്. ആകെയുള്ള ധൈര്യം ചന്ദ്രികയുടെ ആ കൂട്ടുകാരി ഊർമിളയായിരുന്നു. എന്താ ഇപ്പൊ അച്ഛന് രണ്ടാം താലികെട്ട് വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വേണ്ട വേണ്ട, 5 മക്കളുടെ തന്തയാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കുന്നു. എത്രയും പെട്ടെന്ന് ചന്ദ്രുവിന്റെ കഴുത്തിൽ രണ്ടാമതും താലി കെട്ടണം. പോകാം മക്കളെ. ഹലോ സാർ. ഛീ, നീയൊക്കെ അവിടെ ഗോലി കളിക്കാനാണോടാ പോയിരിക്കുന്നേ? ഇത്രയും നേരമായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ തീർക്കാൻ കഴിയാത്ത നീയൊക്കെയാണോടാ ഒരു ഗുണ്ട? സാർ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താ അവിടെ പോലീസ് ഉണ്ടോ? പോലീസാണെങ്കിൽ ഞങ്ങൾ എത്രയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് ഗുണ്ടയാ, അതോ ലോക ഡോൺ. നിന്റെയൊക്കെ അടുത്ത് സിനിമാ കഥ എഴുതാനല്ല പറഞ്ഞത്, ആ കുട്ടിയെ തീർക്കാനാ. സാർ അത് ദേ, നീയൊന്ന് യഥാർത്ഥ വില്ലനെ കണ്ടിട്ടില്ല. മര്യാദയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു വിട്ട കാര്യം ചെയ്തില്ലെങ്കിൽ എന്റെ വിശ്വരൂപം നിങ്ങൾ കാണും. പിന്നെ രണ്ടാളും മടങ്ങുന്നത് മൂക്കിൽ പഞ്ഞിയും തിരികെ വെച്ച് ആംബുലൻസിലെ മൊബൈൽ മോർച്ചറിയിലായിരിക്കും. അത് വേണ്ടെങ്കിൽ ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്ക. ശരി സാർ. നാശം പിടിച്ച മാതിരി. കൊട്ട